അഹം എന്ന വേർഡ് എങ്ങനെയാണ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു അല്ലേ? അതായത് നമ്മൾ പേര് പറയുമ്പോൾ മാത്രമല്ല ഈ അഹം എന്ന വേർഡ് യൂസ് ചെയ്യുക, പിന്നെയും കുറേ സെൻറ്റൻസിൽ യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെയാണ്? ഇപ്പോൾ ടീച്ചറോട് ഒരാൾ ചോദിക്കുകയാണ് ഹൂ ആർ യു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ടീച്ചർക്ക് സംസ്കൃതത്തിൽ എങ്ങനെയൊക്കെ അഹം യൂസ് ചെയ്തിട്ട് പറയാം? ഫസ്റ്റ് വൺ ടീച്ചറുടെ പേര് പറയുമ്പോൾ പറയാം അല്ലേ, അഹം ആതിര അല്ലേ. രണ്ടാമത് എങ്ങനെ പറയാം? അഹം അധ്യാപിക, ഞാൻ ടീച്ചറാണ് അല്ലേ. അതേപോലെ പിന്നെ എന്ത് പറയാം? അഹം മഹിള, ഞാൻ എന്താണ്, ഒരു വുമണാണ്. അതേപോലെ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണ്, ആ കുട്ടിയുടെ പേരാണ് അശ്വതി. അപ്പോൾ ആ കുട്ടിയോട് ഒരാൾ ചോദിക്കുകയാണ് ഹൂ ആർ യു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ കുട്ടിക്ക് എങ്ങനെ മറുപടി പറയാം? അഹം യൂസ് ചെയ്തിട്ട് പറയാം അല്ലേ. എങ്ങനെയൊക്കെ പറയാം? അഹം അശ്വതി, ഞാൻ അശ്വതിയാണ്. അതുപോലെ പിന്നെ എങ്ങനെ പറയാം? അഹം ഛാത്ര, ഞാൻ സ്റ്റുഡൻ്റ് ആണ്. അതേപോലെ എന്ത് പറയാം? അഹം ബാലിക, ഞാൻ പെൺകുട്ടിയാണ്. ഇതിപ്പോൾ ടീച്ചർ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതുപോലെ കുറേ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേസമയം ഒരു ആൺകുട്ടിയായിട്ടുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിലോ, ആ കുട്ടിയുടെ പേര് ഹർഷൻ എന്നാണ് വിചാരിക്കുക. ആ കുട്ടിയോട് ഒരാൾ ചോദിക്കുകയാണ് ഹൂ ആർ യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ അഹം യൂസ് ചെയ്തിട്ട് ആ കുട്ടിക്ക് മറുപടി പറയാം? ഫസ്റ്റ് വൺ ആ കുട്ടിയുടെ നെയിം പറയാം അല്ലേ, അഹം ഹർഷഹ. രണ്ടാമത് എങ്ങനെ പറയാം? അഹം ഛാത്രഹ, ഞാൻ സ്റ്റുഡൻ്റ് ആണ് അല്ലേ. ഇനി അടുത്തത് എങ്ങനെ പറയാം? അഹം ബാലകഹ. അപ്പം നമ്മൾ അഹം യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ മീനിങ്ങും അത് സെൻറ്റൻസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ യൂസ് ചെയ്യാം അതും നമ്മൾ നോക്കിക്കഴിഞ്ഞു.